स्वाहा ओम शक्ति देवी ओम परमशिवाय नमः ओम शक्ति ओम शक्ति ओम शक्ति ओम शिवे ओम शिवे ओम शक्ति ओम शिवाय नमः ആ സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കേസിന്റെ ഗതിയൊന്ന് മന്ദീഭവിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നാം അതിനപ്പുറം കാണണം. കളങ്കത്തിന്റെ കാർമേഘം കൊണ്ട് ജ്യോതിയുടെ വിശുദ്ധി മറയ്ക്കാൻ സിദ്ധാർത്ഥയ്ക്ക് കഴിയും. പിന്നെ അതിൽ നിന്നും നിനക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല. നിന്റെ രക്ഷയ്ക്ക് പോംവഴി ഒന്നു മാത്രം, ഒരു ഉദകക്രിയ. അർത്ഥങ്ങൾ സിദ്ധിച്ചവൻ സിദ്ധാർത്ഥൻ. ഇനി അവനെ അഗ്നിക്ക് ദാനം ചെയ്യൂ. സിദ്ധാർത്ഥന് അഗ്നിശുദ്ധിയാണ് ആവശ്യം. ഈ ഘട്ടത്തിൽ അവനെ ഉന്മൂലനം ചെയ്താൽ അതൊരു കൊടുങ്കാറ്റ് ഉയർത്തില്ലേ? യാഗാഗ്നിയിൽ വീഴുന്ന ശലഭങ്ങളെ ഓർത്ത് യോഗിക്ക് എന്തിന് വേവലാതി? നാളെ വർക്ക് സൈറ്റ് എവിടെയാണ്? ഫോൺട്രിയിലാണ് സാർ. ഫാബ്രിക്കേഷനിൽ നാളെ സിദ്ധാർത്ഥയെ കൂടെ കൊണ്ടുപോയിക്കോ. മനസ്സിലായില്ല. ഇന്ന് ഇൻട്രോഗേഷനിൽ ഇയാളെ ഒഴിവാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് മനഃപൂർവ്വമായിരുന്നു.
കൊല്ലാൻ. Shut up! Jackson, take him. No! നിനക്ക് തോന്നുമെന്ന് പിടിച്ചോണ്ട് പോവാൻ ജയിലിന്റെ തറവാട്ട് വളപ്പല്ല. We have formalities. ചലോ. Leave him. Get in. Good morning. Could I get the deputy director? Sorry, madam. Not available. ജയിലിൽ സിദ്ധാർത്ഥയെ കൊല്ലാൻ ഒരു ശ്രമം നടന്നു. എനിക്ക് അയാളെ സേവ് ചെയ്ത് ബലമായി കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയാണ്. പ്ലീസ് ഇൻഫോം ദ DD. താങ്ക് യു. വെയിറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഐ എം അഖില ഫ്രം CBI. बैठिए. Where is he? Open your mouth, where is he? രക്ഷപ്പെട്ടു. സംഭവം നടന്നത് എങ്ങനെയായിരുന്നു മാഡം? ये सब कैसे हुआ? बताइए ना मैडम, प्लीज. അയൺ ബട്ടർഫ്ലൈക്ക് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് മാഡം. മാഡം പ്ലീസ്. ഡിപ്പാർട്ട്മെന്റിലെ സൽപ്പേരും വിശ്വാസ്യതയും നിങ്ങൾ നശിപ്പിച്ചു. സുരക്ഷിതമായി ജയിലിൽ കടന്നിരുന്ന ഒരു കൺവിക്റ്റിനാണ് നിങ്ങൾ രക്ഷപ്പെടാൻ അനുവദിച്ചത്. സർ, ഞാൻ അവിടെ എത്തിയിരുന്നില്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടുമായിരുന്നു സർ. Bullshit. It's one of the best managed prisons in the country. It's your irresponsibility. ഒരു കോർട്ട് ഓർഡറും വേണ്ടത്ര സെക്യൂരിറ്റിയും ഇല്ലാതെ ഒരു കൺവിക്റ്റിനെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? You owe me a bloody explanation. ഫോർമാലിറ്റീസ് നോക്കാനുള്ള സാവകാശം എനിക്കുണ്ടായിരുന്നില്ല. മുങ്ങിച്ചാകുന്ന ആളെ രക്ഷിക്കാൻ കയത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ചുടിയുണ്ടോ എന്ന് നോക്കാറില്ല സർ. Stop your stupid comparisons. എനിക്ക് നിങ്ങളുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ട്. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പ് പ്രതിയോട് ഒരു സോഫ്റ്റ് കോർണർ നിങ്ങളിൽ വളർത്തിയിട്ടില്ലേ? യെസ്, അയാൾ നിരപരാധിയാണെന്ന് സത്യത്തിലേക്ക് അടുത്തപ്പോൾ ഞാൻ അയാളെ വിശ്വസിച്ചു പോയി. Look, അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിങ്ങളെ ഏൽപ്പിച്ചത്, വിധി പ്രസ്താവിക്കാനല്ല. സർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. നോ, ഇനി ഈ കേസ് നിങ്ങൾ അന്വേഷിക്കണ്ട. സർ, ഇൻവെസ്റ്റിഗേഷൻ പ്രൈം സ്റ്റേജിലാണ്. ഈ ഘട്ടത്തിൽ ഒരു മാറ്റം അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ തിരിച്ചുവിട്ടേക്കും. Give me 48 hours time. I find him out and I'll find the truth. Please, sir. Miss Akhila IPS, let me make one thing very, very clear to you. സത്യം കണ്ടെത്താൻ നമ്മുടെ CBI ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെക്കാൾ സമർത്ഥരായ വേറെയും ഓഫീസേഴ്സ് ഉണ്ട്. മിസ്റ്റർ ഗുപ്ത, ഫയലുകളെല്ലാം തിരിച്ചു വാങ്ങി ഇവരെ ഈ കേസിൽ നിന്ന് റിലീവ് ചെയ്യണം വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. Good evening, madam. Siddhartha. You bloody! നീ എന്നെ വഞ്ചിച്ചു. നിന്റെ ചവിട്ട് മേടിച്ചത് തിരിച്ചു തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, രക്ഷിച്ചവളോടുള്ള കൺസിഡറേഷൻ. I will break your neck, you cheat! Yes, I am a cheat. നിന്റെ CBI എന്താടി എന്റെ ജീവൻ ഉറപ്പ്? Shut up! എന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഡിമോറലൈസ് ചെയ്യാൻ നിനക്ക് എന്താ? Shit your department. നിന്നെ പോലെ ഒരു ഡ്യൂട്ടി ബൗണ്ട് ഓഫീസറെ തൂക്കിയെടുത്തിട്ട് ചവിട്ടി തേച്ചല്ലേ? Why? നിന്റെ ഡിപ്പാർട്ട്മെന്റും പൊളിറ്റീഷ്യൻസും ചേർന്നുള്ള ഒത്തുകളി. Your department is malign. നിനക്ക് ഈ സിസ്റ്റത്തിൽ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ഞാൻ നിന്നോട് ഒരു തെറ്റ് ചെയ്തു. തന്തയ്ക്ക് പറഞ്ഞവനായതുകൊണ്ട് ഒരു വാക്ക്.
1.5 വർഷം മുമ്പുള്ള JK അല്ലിപ്പോ. പ്രസിഡന്റും പ്രധാനമന്ത്രിയും കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കിട്ടുന്ന VVIP. JK എവിടെ പോയാലും കൂടെ ബ്ലാക്ക് കാറ്റ്, അകമ്പടിക്ക് അംഗരക്ഷകർ, കൂടെ കയറിയ അംഗരക്ഷകൻ, അനവധി കൊലപാതകങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന മാൻറ്റി. സോമേന്ദ്രജി JKയുടെ പുതിയ ബന്ധു അധികാരത്തിന്റെ ഇടനാഴികളിൽ യോഗാസനം പഠിപ്പിക്കാൻ നുഴഞ്ഞു കയറി. ഡൽഹി രാഷ്ട്രീയത്തിലെ മാറാരോഗങ്ങളുടെ ഒറ്റമൂലി. നമ്മുടെ പഴയ പുന്നാര സുഹൃത്ത് ഇപ്പൊ പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റാ. ഈ രാജ്യദ്രോഹികളെ അടച്ചുപൂട്ടാൻ നമ്മൾ ഒരു ജയിൽ തീർക്കും. ദി അൾട്ടിമേറ്റ് പ്രിസൺ. കുട്ടി, ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രതിസന്ധികൾ സാധാരണ. തിരിച്ചടികളിൽ തളർന്നിരുന്നെങ്കിൽ ഈ അരക്കാലം ചവിട്ടി ഞാൻ ഈ രാത്രി വരുമായിരുന്നു. നിന്റെ മുഖത്തൊരു പുഞ്ചിരിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. Come on, smile. Now you are a butterfly, iron butterfly. ഞാൻ ഇന്ന് ചീഫ് ജസ്റ്റിസിനെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് നിന്നെ നേരിട്ടൊന്ന് കാണണത്രേ. ഞാൻ സിദ്ധാർത്ഥ. ഹൗ ഡെയർ യു. അങ്ങയുടെ മുഖം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനൊരു കൊലപാതകയല്ല. എനിക്ക് വേണ്ടി ചീഫ് ജസ്റ്റിസിനോട് ഒരു വാക്ക് പറയാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് ആ സത്യം അറിയാവുന്നതുകൊണ്ടായിരിക്കാം. സാർ എഴുതുന്ന ദി ബ്ലീഡിംഗ് നേഷനെ കുറിച്ച് കേട്ടു. ഒരധ്യായം കൂടി എഴുതി ചേർത്താലേ അത് പൂർണ്ണമാകൂ. ഞാൻ കിടന്ന ജയിലിനെ കുറിച്ച്, ദ സെൻട്രൽ പ്രിസൺ, എന്റെ അമ്മയെ കൊന്ന ജയിൽ, മയക്കുമരുന്നിന്റെയും കള്ളക്കടത്തിന്റെയും സ്വവർഗരതിയുടെയും കേളിരംഗം, പുറത്ത് ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്നവരുടെയും പുറത്ത് കുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി അകത്ത് സംരക്ഷിക്കപ്പെടുന്നവരുടെയും അധോലോകം. രാത്രി വാട്ടർ ടാങ്കർ ക്രിമിനലുകളെയും കൊണ്ട് പതിവായി പുറത്തു പോകുന്നു. നേരം വെളുക്കുമ്പോൾ കേൾക്കുന്ന പല ഞെട്ടിക്കുന്ന വാർത്തകളുടെയും പിന്നിൽ സെൻട്രൽ പ്രിസണാണ് പ്രവർത്തിക്കുന്നത്. എന്റെ പാർട്ടിയിലുണ്ടായിരുന്ന അരവിന്ദനെ വെടിവെച്ചു കൊന്ന കൈകൾ ആ ജയിലിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. കോബ്ര. അങ്ങയുടെ കമ്മീഷൻ റിപ്പോർട്ട് കത്തിച്ചതും ഈ കാൽ അടിച്ചു തളർത്തിയതും അതേ കോബ്രയും ബില്ലയുമാണ്. ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും ചേർന്ന് നടത്തുന്ന ഈ തീക്കളി ഞാൻ പൊളിച്ചു കാട്ടും. ഏത് മാർഗത്തിലൂടെ? മാർഗത്തെ പറ്റി അങ്ങനോട് ചോദിക്കരുത്. എന്റെ രാജ്യത്തിന്റെ ആവശ്യം പുറമെ പുരട്ടാനുള്ള പൂശുമരുന്നല്ല, ദുഷിച്ച് കട്ട പിടിച്ച രക്തധമനികൾ മുറിച്ചു മാറ്റാനുള്ള ഒരു ശസ്ത്രക്രിയ. മറ്റൊരു ക്രൈമിലൂടെ നീ നിന്റെ മാർഗം ഉറപ്പിക്കുകയാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ലീഗലി യു ആർ എ ക്രിമിനൽ. ഗോ ബാക്ക് ടു ജയിൽ. അറസ്റ്റ് മീ. പക്ഷേ എന്റെ ജീവൻ അങ്ങ് സംരക്ഷിക്കണം. Can you guard my life in prison? സുപ്രീം കോടതിക്ക് വളരെ താല്പര്യമുള്ളൊരു കേസായിരുന്നു അത്. അതിനിങ്ങനെ ഒരു അവസാനം എങ്ങനെ സംഭവിച്ചു എന്നറിയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. അയാൾ എസ്കേപ്പ് ചെയ്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട്, യുവർ ലോർഡ്ഷിപ്പ്. ഞാൻ അയാളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഈ കേസിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നപ്പോ അയാൾ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നി. And I still strongly believe that he is innocent. അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെ? ഈ കേസ് ഏറ്റെടുത്ത ദിവസം എന്റെ ആദ്യത്തെ കണി ഇന്ത്യയുടെ ഗ്രേറ്റ് ഗോഡ്മാൻ സോമേന്ദ്രജി ആയിരുന്നു. മായയിൽ നിന്നൊരു ആപ്പിൾ, അതിലൊരു ഡയമണ്ട് റിംഗ്. ഈ കേസിന്റെ ഫേറ്റ് തന്നെ മാറ്റി എഴുതിയേക്കാവുന്ന വൈറ്റലായ ചില തെളിവുകൾ ഞാൻ കണ്ടെത്തി. കൊല്ലപ്പെട്ട അംബികാരത്നം പ്രഗ്നന്റ് ആയിരുന്നില്ല, യുവർ ലോർഡ്ഷിപ്പ്. എനിക്ക് അങ്ങയോടൊരു അപേക്ഷയുണ്ട്. ഒരിക്കലും തെളിയിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങളുടെ നിരയിലേക്ക് ഈ കേസ് കൂടി ഉൾപ്പെടാൻ അങ്ങ് അനുവദിക്കരുത്.
അംബികാരത്നം വധക്കേസിന്റെ അന്വേഷണ ചുമതല CBIയിലെ അയോൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന കുമാരി അഖിലയെ തിരിച്ചേൽപ്പിക്കുവാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. കുമാരി അഖിലയിൽ നിന്ന് കേസ് എടുത്തു മാറ്റിയ CBIയുടെ നടപടി ന്യായീകരിക്കത്തക്കതല്ലെന്നും അന്വേഷണത്തിന്റെ പുരോഗതിയെ അത് ബാധിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. വരട്ടെ, അവൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് കാണാം. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡയറക്ടർ ചെയ്യേണ്ടത് എന്തോ അതേ ഞാൻ ചെയ്തോളൂ. കടമകൾ ചെയ്യുമ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് അതിന് തടസ്സമാകരുത്. അങ്ങേ പോലുള്ള ഓഫീസേഴ്സിനെയാണ് ഈ രാജ്യത്തിന് ആവശ്യം. യു ആർ മൈ ഇൻസ്പിറേഷൻ. ഓക്കെ, ഗോ അഹെഡ്. नमस्कार. नमस्ते. Hello, Sanjay. Mr. Baul, meet our dear minister. Glad to meet you. Hi. Mr. Alan Baul, the Asian representative of Cosmos in Corps, and a very close friend of our Soumendra ji. He is an expert in passenger aircraft. This model is our Cosmos aircraft. It is most suitable for Indian conditions. Its sustaining capacity is 5 times more than your existing ones. जेके साहब, वियना फेयर में इनका एरोप्लेन फेल हुआ था. आपको मालूम है बहुत सारे राष्ट्रों ने इस कंपनी को ब्लैकलिस्ट किया है. अरे दोस्त, ये देखो, इसको राष्ट्र की जरूरत होने के टाइम में होगा ना, उसकी पहले ये मॉडल आउटडेटेड होगा और हम इसको कंडम करेगा. ये मत भूलो, इस डील में पार्टी का कितना फायदा होगा. കേരളത്തിലെ തെർമൽ പവർ പ്രോജക്ടിന്റെ കോൺട്രാക്ട് കോസ്മോസിന് ഉറപ്പിച്ചു കൊടുത്ത വകയിൽ പാർട്ടിക്ക് കിട്ടിയത് 1000 കോടി രൂപയാണെന്ന് സാറ് മിനിസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കും. അത് ഇയാൾ അറിയണ്ട, അറിഞ്ഞാൽ ഇയാൾ ആ ലെവലിൽ പ്രതീക്ഷിക്കും. മിസ്റ്റർ സഞ്ജീവ്, ये हमारा पार्टी का इंटरेस्ट है. You will have to sign it. Your share will be deposited in the Swiss bank. ठीक. അങ്ങനെ സോമേന്ദ്രജിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പാർട്ടിക്ക് സഹായകമായിരിക്കും. ജയ് ശക്തി, ജയ് ശിവ.